ഇന്റർവ്യൂ തരാൻ പേടിയാണെങ്കിലും താങ്കൾ ഓൾറെഡി ലൈവിലിരുന്ന് എന്തൊക്കെ ആഭാസത്രങ്ങളാണ് വിളിച്ചു പറയുന്നതെന്ന് വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? ഈ സെക്സ് വർക്ക് ചെയ്യണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലേ? അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, വേണമെങ്കിൽ ചെയ്യേണ്ട അത്ര തന്നെ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും എന്നുള്ള രീതിയിൽ പൈസക്ക് ആഗ്രഹമുള്ളവർ ചെയ്യും, അല്ലാത്തവർ ചെയ്യൂല. നമുക്ക് ഇത്ര എമൗണ്ട് മതി, ഒരു ദിവസം എത്ര എമൗണ്ട് മതി എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യൂല. 18+ കണ്ടന്റ് കാണിച്ചാൽ അപ്പോൾ ബാനോ. അപ്പൊ പിന്നെ എന്തിനാ അത് കാണിക്കുന്നത്? അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആൾക്കാരെ കരം കൊള്ളിക്കണമല്ലോ. കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം. ഞാൻ ശരിക്കും തുണി അയച്ചിട്ട് കാണിക്കും. ആൺകുട്ടി, രണ്ടാണും ഒരു പെൺകുട്ടിയും. ഇവർക്ക് സഹപാഠികൾ ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. അവരോട് ചോദിക്കാറുണ്ട്, നിന്റെ മമ്മി ഇങ്ങനെ കുലുക്കി വീഡിയോ ചെയ്യുന്നില്ലേ, നിന്റെ മമ്മി അങ്ങനെ ചെയ്യും. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. കൊണ്ടിട്ട് താങ്കൾ സെക്സ് വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് ഇഷ്ടമാണ്. അല്ല, അപ്പോ താങ്കൾ ഇഷ്ടത്തോടെയാണ് ചെയ്തപ്പോ? അല്ല, നീ ഇതൊന്നും അല്ല, ഇന്ന് ചോദിക്കില്ലേ. 2020 ജൂൺ 29 നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ടിക്ടോക്ക് ബാൻ ചെയ്തൊരു വർഷമാണ്. ഇപ്പോൾ നമ്മൾ 2026 നിൽക്കുമ്പോൾ 6 വർഷത്തോളം ടിക്ടോക്ക് നിരോധിച്ചെങ്കിലും നമ്മുടെ മലയാളികളെല്ലാം ടിക്ടോക്കിൽ ഇപ്പോഴും വിലസിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിലാണ് പ്രവാസി ലോകത്തിലെ ഏറ്റവും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നമ്മുടെ നാട്ടിൽ ഫേമസ് ആയതുപോലെ തന്നെ പ്രവാസി ലോകത്ത് ടിക്ടോക്ക് കഴിഞ്ഞിട്ട് എന്തുള്ളൂ. അങ്ങനെ ടിക്ടോക്കിൽ 2 മില്യൺ അടിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ മീഡിയ ഒറിജിനൽസ്. ദിസ് ഇസ് ആർജെ കിരൺ വിത്ത് യു. അപ്പോൾ ടിക്ടോക്കിൽ 2 മില്യൺ അടിച്ച ആൾ ആരാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? വേറെ ആരുമല്ല, ബിജി TS ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ബിജി, നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. ബിജി, ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഭയങ്കര കാണാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആവേശമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഇതൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ്. ഇത്രയും നാളും എവിടെയായിരുന്നു ബിജി എന്തുകൊണ്ടാണ് ഒരു ഇൻ്റർവ്യൂവിൽ വരാതിരുന്നത്? ഒന്നുമില്ല, എനിക്ക് ഇൻ്റർവ്യൂവിൽ മറ്റുള്ളവരുടെ മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്നിട്ടാ. കാരണം അവരിങ്ങനെ ഓരോന്ന് കിള്ളി ചോദിക്കില്ലേ. ഓൾറെഡി ഒന്നാമതേ ഇതാണ്, ഇപ്പോൾ ഒന്നുകൂടി മുഖം കാണിച്ചിട്ട് എയർ കയറാൻ വയ്യ, അതുകൊണ്ടാണ്. എയർ കയറാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ താങ്കൾ എയറിലാണ്. അത് കറക്റ്റ്. താങ്കൾ ഇപ്പോൾ ഇൻ്റർവ്യൂ തരാൻ പേടിയാണെങ്കിലും താങ്കൾ ഓൾറെഡി ലൈവിലിരുന്ന് എന്തൊക്കെ ആഭാസത്രങ്ങളാണ് വിളിച്ചു പറയുന്നതെന്ന് വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് ലൈവൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. ഓരോരുത്തന്മാരെ നമ്മളോട് ചൊറിയുമ്പോഴല്ലേ നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്, അല്ലാണ്ട് സ്വന്തം ചെയ്യൂലല്ലോ. അപ്പോൾ ഈ റിപ്ലൈ അല്ലെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് ഓരോ ചോദ്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണോ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്? അല്ലല്ല, എനിക്ക് എൻ്റെ ബിസിനസ് കയറാൻ മാത്രം വേണ്ടിയിട്ടാണ്. എന്താണ് ബിസിനസ്? എന്താണ് ബിജിയുടെ ബിസിനസ്? എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ രീതിയിലുള്ള സ്പായും ഒരു ബാറും കൂടിയാണ് ഞാൻ ബിസിനസ് നടത്തുന്നത്. അവിടെ സ്പാ സെൻറ്ററും ബാറും. ഓക്കെ. അത്യാവശ്യം കസ്റ്റമേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതെൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സുകൾക്കും അറിയാം. അതായത് ദുബായിൽ ഒരു സ്പാ സെന്ററും ബാറും നടത്തും. അപ്പോൾ ബ്യൂട്ടി പാർലർ നടത്തുന്നതൊക്കെ കേട്ടതോ? ഇല്ല, എനിക്ക് ബ്യൂട്ടി പാർലറൊന്നുമല്ല ജോലി. എനിക്ക് സ്പായും, ഞാൻ ദുബായിൽ വന്നത് തന്നെ സ്പായിലേക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം ബെഹ്റയിലായിരുന്നു, പിന്നെ ദുബായിൽ വന്നതാണ്. പിന്നെ അങ്ങനെ തിരഞ്ഞ് നടന്നൊരു സ്പായിൽ ജോലി കിട്ടി, അവിടുത്തെ സ്റ്റാഫായി മാറി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഇട്ടു തുടങ്ങി. എവിടെയാണ് ഈ സ്പാ സെന്റർ വരുന്നത്? ബുർജുമാൻ തന്നെ. ബുർജുമാനിലാണ്. അപ്പോൾ സ്പാ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായിലെ സ്പാ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം സ്പായാണ്. അല്ല, ദുബായിലെ സ്പാ അറിയപ്പെടുന്നത് ബിജിയുടെ സ്പായാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത്. ബുർജുമാൻ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ദുബായിലും നല്ല GCCയിൽ എല്ലാവർക്കും അറിയാം. ഈ സ്പാ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ സ്പാ ചെയ്യണം, അല്ലെങ്കിൽ തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ സ്പാ ചെയ്യുന്നത് എന്തിനാന്നുള്ള എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതുപോലെ തന്നെയാണോ ദുബായിലും? ദുബായിലെ സ്പാ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ടാണ് ചില ആൾക്കാർ ചിത്രീകരിക്കുന്നത്. അല്ല, അത് വെറും തോന്നല. ഈ സെക്സ് വർക്ക് ചെയ്യണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലേ? അതിൽ നല്ല സ്പായുണ്ട്, പൊട്ട സ്പായുണ്ട്. കൂടുതലും ദുബായികളിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, വേണമെങ്കിൽ ചെയ്യേണ്ട അത്ര തന്നെ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും എന്നുള്ള രീതിയിൽ പൈസക്ക് ആഗ്രഹമുള്ളവർ ചെയ്യും, അല്ലാത്തവർ ചെയ്യൂല. നമുക്ക് ഇത്ര എമൗണ്ട് മതി, ഒരു ദിവസം എത്ര എമൗണ്ട് മതി എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യൂല. എന്തുകൊണ്ടാണ് ഈ സ്പായും ബാറും ഒരുമിച്ച് ക്ലബിൽ നടത്തുന്നത്? ഒറ്റ സ്ഥലത്തല്ലേ ഈ രണ്ടും നടക്കുന്നത്? ഡിഫറെന്റാ. ഓക്കെ. എന്താണ് ഇത് രണ്ടും ഒരുമിച്ച് ഒരേ മേഖലയില്ലാത്തൊരു മേഖലയിലേക്ക് എങ്ങനെയാണ് കിടക്കുന്നത്? അത് ഞാൻ അത്യാവശ്യം കള്ളു കുടിച്ചും ഞാൻ കുറെ ഫ്രണ്ട്സുകളെ ഇങ്ങനെ ബാറിലേക്ക് വിളിക്കും. രാജമാണിക്കല്ല, ഏത് സിനിമയിലാണ്? തുറുപ്പുകലാലുണ്ട്, സ്വന്തമായി ബാറിൽ നിന്ന് മാത്രമേ മുതലാളി കള്ളു കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണോ ബിജി? സ്വന്തമായി സ്വന്തം ബാറിൽ കുടിക്കാറില്ല. കാശ് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കസ്റ്റമേഴ്സിനോട് ഞാൻ വിളിച്ച് പറയും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് വിളിച്ച് പറയും, ചേട്ടാ എനിക്ക് വരുമ്പോൾ കള്ളു എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ റാസക്കായ്മെന്നോ അബുദാബിന്നോ അല്ലെങ്കിൽ സീസ് അജ്മാനിൽ നിന്ന് എനിക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അവരെ വണ്ടി പോയി ഡയറക്റ്റ് മേടിച്ച് കുടിക്കും.
അവിടെയുള്ള ഓഫർ കിട്ടുക. നമ്മുടെ സ്വന്തം ബാറിന് എടുത്ത് കുടിച്ചാൽ നമുക്ക് അവിടെ നഷ്ടമല്ലേ വരിക. ഓസിന് കുടിക്കാനാണ് താല്പര്യം. ഓസിന് കുടിക്കാനൊന്നല്ല, എനിക്ക് ഇഷ്ടത്തോടെ കൊണ്ടുവന്നിരുന്നതാണ്. ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ഞാൻ സ്വന്തം തന്നെ ഞാൻ ബ്ലാക്കിന് മേടിക്കും. എനിക്ക് എപ്പോഴാണ് മൂഡ് വന്നത് അപ്പം ഞാൻ മേടിച്ചു കുടിക്കും. അപ്പോഴും ബ്ലാക്കിന് മേടിക്കണം, സ്വന്തം പറയുന്ന എടുത്ത് കുടിക്കില്ല. അല്ല, ഞാൻ ബ്ലാക്കിന് പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുകൾ എനിക്ക് കൊണ്ടുതരും. അപ്പോൾ നമ്മൾ സ്ഥിരം ഇപ്പോൾ വീഡിയോസിൽ ഇപ്പോൾ 2 മില്യൺ ഫോളോവേഴ്സ് ടിക്ടോക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ 1,95,000 1,95,000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉണ്ട്? യൂട്യൂബ് ഉണ്ടോ? ഇപ്പോൾ യൂട്യൂബ് ഇല്ല, ഫേസ്ബുക്ക് ഇപ്പം എനിക്കുണ്ട്. അതിലിപ്പോൾ ഏകദേശം 40K ഫോളോവേഴ്സായി. ഓക്കെ, എങ്ങനെയാണ് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്? കാരണം ഞാൻ ടിക്ടോക്കിലാണ് ആക്റ്റീവ് ആയത്. എന്നെ ട്രോളി വലുതാക്കിയത് ഫഹദാണ്. ഖത്തറിലെ ഫഹദ്ക്ക ഹുസൈനിക്കാണ് എന്നെ വേറെയും കാലത്തൊട്ട് ഇങ്ങനെ കുലുക്കി ഡാൻസ് കളിച്ചാണ് ഞാൻ വൈറലായത്. അതിന് ശേഷമാണ് എല്ലാവരുടെയും കുറേ ഫേക്ക് ഐഡി ടിക്ടോക്കിൽ തമ്പുരാഞ്ഞിട്ട് അങ്ങനെ കുറേ ഐഡികളൊക്കെ ഉണ്ട്. അവരൊക്കെ പാടെ എൻ്റെ വീഡിയോസ് എടുത്ത് എൻ്റെ സ്പായിൽ ഞാൻ ലൈവ് ഇടുന്ന റെക്കോർഡുകൾ എടുത്തിട്ട് അങ്ങനെ ഫേമസ് ആക്കി. പിന്നെ എന്നെ കണ്ട എവിടെ ആൾക്കാർ കണ്ടാലും പുതിയ ഐഡി എടുത്താൽ എനിക്ക് 2 ദിവസം കൊണ്ട് 100K 10K ഒക്കെ കൂടും. എങ്ങനെ അത് കൂടുന്നേ? അത് ഒന്നെങ്കിൽ എൻ്റെ അക്കൗണ്ട് ബാനായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യും. എനിക്ക് ദേഷ്യ പ്രശ്നം. എത്ര അക്കൗണ്ട് ഉണ്ടായിരുന്നു? എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 65 ഐഡികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ടിക്ടോക്കിൽ മാത്രം 65 ഐഡി ഉണ്ടാക്കി. അതിലൊക്കെ മില്യൺ അടിച്ചിട്ട് 200K 1 മില്യൺ ഒക്കെ അടിച്ചിട്ട് എല്ലാം ബാനായി പോയിട്ടുണ്ട്. ലൈവ് ഇടുമ്പോൾ ഒരു കുപ്പി കാണിച്ചാൽ അപ്പം തന്നെ ബാനാവും. പിന്നെ എന്തെങ്കിലും കൈ കൊണ്ട് ഇങ്ങനെ ചുണ്ടും കൊണ്ട് ഇങ്ങനെ കടിച്ചാലും ബാനാവും. സെക്ഷൽ കണ്ടന്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് 18+ കണ്ടന്റ് കാണിച്ചാൽ അപ്പോൾ ബാനാവും. അപ്പൊ പിന്നെ എന്തിനാ അത് കാണിക്കുന്നത്? അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആൾക്കാരെ ഹരം കൊള്ളിക്കണമല്ലോ. ഈ ആൾക്കാരെ ഹരം കൊള്ളിക്കലാണോ താങ്കളുടെ ഉദ്ദേശം? എനിക്ക് ഹരം കൊള്ളിക്കുക, എനിക്ക് 10 കസ്റ്റമർ ബിസിനസ് കയറ്റാന്നാണ് എൻ്റെ ലക്ഷ്യം. എങ്ങനെ ഈ ഹരം കൊള്ളിച്ചിട്ട് ബിസിനസ് കയറ്റാൻ പറ്റുന്നത്? അതൊന്നും പറഞ്ഞുതരും. അല്ല, ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ വന്നിരിക്കും. എൻ്റെ ഫ്രണ്ട്സുകൾ താഴെ കാണും. എൻ്റെ ടിക്ടോക്കിൽ എനിക്ക് അറിയപ്പെടുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട്. അവരിങ്ങനെ വന്നിരിക്കും. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നൊന്നും ചോദിക്കും, അതുണ്ടായി കളി ഉണ്ടായില്ലേ, ഇന്ന് ചേച്ചി എത്ര കസ്റ്റമർ എടുത്തപ്പം ഇങ്ങനെ ചോദിക്കും, ഇറങ്ങിപ്പോ എന്ന് പറയും. അപ്പം പിന്നെയും ചേച്ചി അവിടെ എന്താ ചീർത്തിരിക്കുന്നത്, ഇവിടെ എന്താ ചീർത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ പോയി അതിലേക്ക് പോവുകയാണ് ലാസ്റ്റ്. അത്രേ ഉള്ളൂ. അപ്പോഴേക്ക് എന്തെങ്കിലും എടുത്ത് കാണിക്കുമ്പോഴേക്കും അപ്പം ബാനും. പക്ഷേ ആ ബാനായാലും വേറെ അക്കൗണ്ടിൽ പിന്നെ ലൈവ് ഇടും. ഇപ്പോൾ താങ്കളുടെ വീഡിയോസ് ഇപ്പോൾ ഞാനിപ്പോൾ താങ്കൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകണമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ താങ്കൾ ഇൻസ്റ്റാഗ്രാം ആണല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക് എടുക്കാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ മാറിടം കാണിക്കാത്ത ഒരു ബ്രസ്റ്റ് കാണിക്കാത്ത ഒരു വീഡിയോ പോലും ഇല്ല. അത് ക്ലീവേജ് വളരെ വ്യക്തമായിട്ട് കാണിച്ച എക്സ്പോസ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലും കാണിക്കുന്നത്. അതെന്തിനാണ്? റീച്ചിന് വേണ്ടിയിട്ടാണോ? എനിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ? അല്ല, ഞാൻ റീച്ച് ആഗ്രഹിക്കാറില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ലക്ഷ്യമുള്ളൂ, ബിസിനസ്, കസ്റ്റമർ കയറുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇറക്കമുള്ള നൈറ്റി അല്ലേ, എന്തായാലും കുറച്ച് ഇറക്കം എന്തായാലും തയ്ക്കുമ്പോൾ ഉണ്ടാവും. കാരണം ഞാൻ വണ്ണമുള്ള ആളാണ്, മാറിയിടം കുറച്ചുള്ള ആളാണ്. അപ്പം എന്തായാലും ഇറക്കി തയ്ക്കണമെങ്കിൽ ഇടാറില്ല. ഇനിയിപ്പോൾ കയറ്റിയിട്ടിട്ടും കാര്യമൊന്നുമില്ല. കാര്യമില്ലാത്തതുകൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. എന്തായാലും കാണുന്നവർ കണ്ടോട്ടെ. കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ശരിക്കും തുണി അയച്ചിട്ട് കാണിക്കുന്നില്ലല്ലോ. ഇവിടെ വരെയല്ലേ കാണിക്കുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് കാണിക്കുന്നില്ലല്ലോ. പിന്നെ താങ്കൾ ലൈവിൽ മൊത്തം വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത്. അതായത് നോർമലി നമ്മുടെ മലയാളം ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ കളി കിട്ടു, കളിക്കാൻ എത്രയാണ്, നീ ഒരു പരവടിയല്ലേ എന്നൊക്കെ പറയുന്ന ബാഡ് കമൻസ് വരുന്നുണ്ട്. താങ്കൾ ശരിക്കും റിയൽ ലൈഫിൽ ഒരു സെക്സ് വർക്കറാണോ, പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞത് വല്ലതാണോ? ഞാനിതൊന്നുമല്ല. പിന്നെ എന്താണ്? ഞാൻ പറയട്ടെ, നമ്മൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. നമ്മൾ വന്ന വഴി നമുക്കറിയാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാളുടെ കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇഷ്ടമാണ് അല്ലേ? ഞാൻ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പം ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ അടർന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, ബിജി ഞാൻ നിൻ്റെ കൂടെ കിടന്നു. ഞാൻ കിടന്നോ, ആയിക്കോട്ടെ, ഞാൻ നിനക്ക് ചോണയാണെങ്കിൽ നീ ഗസ്റ്റിൽ വാ, നിൻ്റെ ഫേസ് കാണിക്കി, എന്നിട്ട് നീ പറയടാന്ന് പറയും. അപ്പം പറഞ്ഞു, സോറി ബിച്ചേച്ചി. അപ്പം പിന്നെ മിണ്ടാൻ പാടില്ല. അപ്പം പിന്നെയും ചോദിക്കും. അപ്പം ഞാൻ പറയും, ആക്കെ ഞാൻ വെടി കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കേസ് കൊടുക്കും. പിന്നെ നമ്മളെന്താ ചെയ്യുക? 10 വട്ടം ഒരാൾ വെടി നമ്മൾ പിന്നെ അങ്ങനെ തന്നെ പറയൂ, ആണെന്ന് തന്നെ പറയും. അല്ലാന്ന് പറയാനും വിശ്വസിക്കുമോ? റിയൽ ലൈഫിൽ അങ്ങനെയല്ല. അല്ല, ഇതുവരെ ഒരാളുടെ കൂടെ ഇല്ല. എനിക്ക് പറയേണ്ട ആവശ്യം പറഞ്ഞിട്ട് കടന്ന് പറഞ്ഞോട്ടെ. പിന്നെ എനിക്ക് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ. നമ്മളെ കുറേ പേർ തേപ്പും കിട്ടിയിട്ടുണ്ട്. അവരെ കൂടെ ഒന്നും അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ കല്യാണം കഴിഞ്ഞപ്പോൾ 3 കുട്ടികളുണ്ടെന്ന് പറയുന്നു. ഈ കുട്ടികളുടെ കാര്യം വെച്ച് ആലോചിക്കുമ്പോൾ അമ്മ ഇങ്ങനെ വീഡിയോ കാണിക്കുന്നതിൽ അവർക്ക് എന്താണ്?
അഭിപ്രായം? അവർ കുട്ടികൾക്ക് അറിയോ അമ്മയ്ക്ക്? അല്ല, എൻ്റെ അമ്മച്ചി 3 മക്കൾ ദുബായിൽ വന്നിട്ടുണ്ട്, എൻ്റെ ഷോപ്പിലും വന്നിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവരെപ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ റൂമിൽ തന്നെ ഉണ്ട്. എൻ്റെ അമ്മച്ചിക്കാണെങ്കിലും മക്കൾക്കും അറിയാം. അവർ ദുബായിൽ വന്നപ്പോൾ കോള് വരുമ്പോൾ ഞാൻ പോകുന്നു, അവരെൻ്റെ ഷോപ്പിലും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇപ്പോൾ എല്ലാ കുട്ടികളും യൂസ് ചെയ്യുന്ന എൻ്റെ മക്കൾ ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല. മക്കളല്ല, മക്കളുടെ കൂട്ടുകാരോ? ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ യൂട്യൂബിൽ റീൽസൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയോട് ഒന്ന് പറയാറുണ്ട്. തൊഴിലുറപ്പിന് പോകുമ്പോൾ അമ്മച്ചോട് ഇങ്ങനെ പറയും. അപ്പോൾ അമ്മച്ചോട് പറയും ബിജി എന്താ അങ്ങനെ കാണിച്ചു കൂട്ടുക. പക്ഷേ അവിടെ ഉള്ളവർ എന്നെ ഒന്നും പറയില്ല. കാരണത്തിൽ അവിടെ ഉള്ളവർക്ക് എന്നെ അറിയാം. കാരണം അവൾ ജനിച്ചത് എങ്ങനെയാണെന്നും വളർന്നത് എങ്ങനെയാണെന്നും ഈ സാഹചര്യത്തിൽ വളർന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എന്നെ ആരും ഇതുവരെയായിട്ട് മോശമായിട്ട് പറയുകയോ മോശമായിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. വീടിൻ്റെ അടുത്തുള്ളവർക്ക് താങ്കൾ അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ അറിയാത്ത ഇപ്പോൾ കുട്ടികൾ 3 കുട്ടികളെന്ന് പറയുന്നത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8, 6, 5. മൂത്തത് 8. ആൺകുട്ടി പെൺകുട്ടിയോ? ആൺകുട്ടി, 2 ആണും 1 പെണ്ണും. 2 ആണും 1 പെൺകുട്ടിയും. അപ്പം ഇവർക്ക് സഹപാഠികൾ ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. അവരോട് ചോദിക്കാറുണ്ട്, നിന്റെ മമ്മി ഇങ്ങനെ കുലുക്കി വീഡിയോ ചെയ്യുന്നില്ലേ, നിന്റെ മമ്മി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. അവർ ചോദിക്കാറുണ്ട്, എൻ്റെ മമ്മി അവിടെ മമ്മിക്ക് കച്ചവടം ബിസിനസ് കയറാനാണ് എന്ന് പിള്ളേർ പറയും. അപ്പോൾ അവർക്ക് ഒരു നാണക്കേട് അമ്മയായിട്ട് വരുത്തി വയ്ക്കണോ? അതിനൊന്നും വരുത്തി വയ്ക്കുന്നില്ലല്ലോ. എനിക്ക് എന്നെ അറിയാലോ, പിന്നെ ഞാൻ എൻ്റെ മക്കളോട് പറയൂലോ. പിന്നെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വായും കൊണ്ടല്ലേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് ശരീരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ നമ്മളായിട്ട് അങ്ങോട്ട് പോകുന്നില്ല അല്ലേ, നമ്മളെ തേടി ഇങ്ങോട്ടല്ലേ വരുന്നത്. പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയാം. പിന്നെ ഇങ്ങനെ മക്കൾക്കും അറിയാം എന്നെക്കുറിച്ചിട്ട്. അവരുടെ മമ്മിയാണ് അവരെ നോക്കുന്നത്, അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ? അപ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ചെറുതായിട്ട് കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്, കുറച്ച് എക്സ്പോസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ബിസിനസ്സിലോട്ട് എത്തുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഏണിങ്സ് ഉണ്ടോ? ഞാൻ എന്തെങ്കിലും കണ്ടന്റ് എടുത്തിടും. എന്തെങ്കിലും കണ്ടന്റ് നമ്മളില്ലാത്ത കഥകളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്പായിലൊരു കസ്റ്റമേഴ്സ് വരുന്നതിന് എന്തെങ്കിലും എടുത്തിടും ഞാൻ. അപ്പോൾ ഈ സ്പാൻ്റെ കസ്റ്റമറുടെ കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ ഏതൊരു വീഡിയോയിൽ ചുക്കാമണി ചെറുതാണ്, അവൻ പോരാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് തള്ളാണോ? അല്ല, സത്യമാണ്. ഞാനത് നമുക്ക് അതായത് നമ്മൾ സ്പായിൽ ചെയ്യും, ഹാപ്പി എൻഡിങ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്തായാലും കാണുമല്ലോ ഹാപ്പി എൻഡിങ്. അപ്പോൾ നിങ്ങൾ സ്പാ സെൻറ്ററിൽ ഹാപ്പി എൻഡിങ്ങിന് വേണ്ടിയിട്ടാണോ സ്പാ സെൻറ്റർ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുബായിൽ വന്നത് ഫസ്റ്റ് അതായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ജോബ് നിർത്തിയിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയത്. ദുബായിൽ എത്തിയ കഥ എങ്ങനെയാണ്? ദുബായിലേക്ക് എത്തി വന്നത് ഞാൻ ബെഹ്റയിലായിരുന്നു. അതായത് എൻ്റെ സ്വന്തം കസിൻസാണ്, എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം. എൻ്റെ കസീനാണ് എന്നെ ബെഹ്റയിലേക്ക് കൊണ്ടുപോയത്. അന്ന് എൻ്റെ കെട്ടിയവനായിട്ട് ഞങ്ങൾ വഴക്കിട്ട സമയമായിരുന്നു. എന്തുകൊണ്ടാണ് ആ വഴക്കുണ്ടായത്? അത് പുള്ളി സെക്ഷുവലായിട്ട് ഉപദ്രവിക്കുന്നുകൊണ്ടും പിന്നെ പുള്ളിക്ക് കള്ളു കുടിച്ച് കഞ്ചാവും പിന്നെ സംശയരോഗമൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ ചെറിയ കുട്ടിക്ക് 1 വയസ്സുള്ളപ്പം. ഏത് തരത്തിലാണ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്? അതിപ്പോൾ ഇങ്ങനെ അറിയാമല്ലോ, സെക്സ്പരമായിട്ട് നമ്മൾ ആളുടെ കൂടെ കിടന്നില്ലെങ്കിൽ ആൾ തല്ലുക, പിന്നെ മക്കൾ എഴുന്നേറ്റ് അവരെ തല്ലുക, അങ്ങനെ പിന്നെ അപ്പുറത്തെ വലിയപ്പന്മാരെ സ്വന്തം ബന്ധുക്കളെ വെച്ചിട്ട് തന്നെ അവരെ കൂടെ പോയി കിടന്നോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിൽ എപ്പോഴും ഉപദ്രവിക്കും. പുള്ളിയുടെ കൂട്ടുകാരന്മാരായിട്ടും സ്വന്തം അമ്മച്ചിയുടെ ബന്ധുക്കളായിട്ടും അവരെ മക്കളെയൊക്കെ ഭയങ്കര സംശയമൊക്കെ ആയിരുന്നു. അങ്ങനെ സഖി കെട്ടിട്ട് കളറുള്ള കാരണമാണോ ആൾക്ക്? പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. 7 ദിവസത്തെ പരിചയമുള്ളൂ ഞങ്ങൾ. ലവ് മാരേജ് ആയിരുന്നു. 2009 17-ാം വയസ്സിൽ 2009 ഞങ്ങൾ വിളിച്ചോടി പോയത്. സാധാരണ ഇന്ത്യൻ നിയമവശത്തിൽ 18 വയസ്സ് കഴിഞ്ഞാലാണ് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അന്ന് ഞങ്ങൾ കേസ് കൊടുത്തിരുന്നു, വീട്ടുകാർ അമ്മച്ചൊക്കെ കേസ് കൊടുത്തായിരുന്നു. പോക്സോ കേസ് കൊടുത്തോ? അന്ന് തുടങ്ങിയതാണ്. നമ്മൾ 2029 ഒക്ടോബർ 25 പോയി, 26 തുടങ്ങി ഞങ്ങൾ വഴക്കിട്ട് തുടങ്ങി. പോയത് തന്നെ വഴക്കിടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് മൊബൈലൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് എൻ്റെ കുരിശിൻ്റെ മാലയൊക്കെ പണയം വെച്ച് അവിടെ നിന്ന് തുടങ്ങിയതാണ് പുള്ളിക്ക് സംശയം, വെള്ളം കൂടി എല്ലാം. അപ്പോൾ ഇങ്ങനൊരു സംശയമുള്ള ആളെ എന്ത് കണ്ടിട്ട്? ഞങ്ങൾ അന്ന് നമുക്ക് 17 വയസ്സ് 18 വയസ്സല്ലേ ഉള്ളൂ. നമുക്ക് പ്രായം അത്ര എനിക്കങ്ങനെ ഇതായി വരുന്നേ ഉള്ളൂ. പിന്നെ പുള്ളിയുടെ കൂടെ ഇങ്ങനെ കുറേ നാൾ പിടിച്ചു നോക്കും. കാരണം നമുക്ക് വേറെ ഒത്തിരി കൂടെ ജീവിക്കുന്നതിന് ഭേദമല്ല, ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി എന്തായാലും ചീത്തപ്പേര് കിട്ടി. ഇനി അവനെ കളഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ ചീത്തപ്പേര് നമുക്ക് കിട്ടും ഇല്ലേ. എൻ്റെ അമ്മച്ചൊക്കെ പറഞ്ഞാണ് വേറെ കല്യാണം കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇവനെ കളഞ്ഞിട്ട് വേറെത്തിന് കൂടെ പോയി ചിലപ്പോൾ ഓൾറെഡി നാട്ടുകാർ പറയും ആദ്യം കെട്ടിയവനാണെന്നു അങ്ങനെയെന്നൊക്കെ പറയും. ഇതിനാ ചീത്തപ്പേര് കിട്ടുന്നത്, അതുകൊണ്ട് പിടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അറിവില്ലാതെ ഒരു പ്രായത്ത് ഒളിച്ചോടി. അപ്പോൾ വീട്ടുകാരുടെ പേടി കാരണമാണോ ഒളിച്ചോടേണ്ടി വന്നത്? വീട്ടുകാരുടെ ഭീഷണി അല്ലെങ്കിൽ? ഇല്ല, അത് അങ്ങനെ ഒളിച്ചോടി അത്ര തന്നെ. ഒരു ആവേശത്തിൽ ഒളിച്ചോടി. ഓക്കെ, എന്നിട്ട് ഭർത്താവായിട്ട് പിരിഞ്ഞു.
പിന്നെ എങ്ങനെയായിരുന്നു ജീവിതം? അച്ഛനുണ്ടായിരുന്നു? ഭർത്താവായിട്ട് പിരിഞ്ഞു. എൻ്റെ അമ്മ, ഞാൻ മക്കളോട് വരുമ്പോൾ എൻ്റെ അമ്മ കയറ്റാറില്ലായിരുന്നു എൻ്റെ വീട്ടിൽ. എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു? 6 വർഷം, 17 വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. 17 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം അവൻ്റെ കൂടെ ജീവിച്ചു. 3 മക്കളായപ്പോൾ. 3 മക്കളായി. ഓക്കെ. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ അമ്മച്ചി ഒരു വീട്ടിൽ പണിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു നിങ്ങൾ ഇവിടെ താമസിച്ചോളം പറഞ്ഞു. എൻ്റെ അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു അവനെ കൂട്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ വഴക്കായിരുന്നു. അപ്പുറത്ത് വിളിച്ചേണ്ട സംശയം, മഴയത്തൊക്കെ ഇറക്കി നിർത്തുമായിരുന്നു. രാത്രി 12 മണിക്ക് 2 മണിക്കൊക്കെ മഴയത്ത് ഇറക്കി നിർത്തിയിരുന്നു. അമ്മച്ചി പണിയുന്ന വീട്ടിൽ നിന്ന് വരുമായിരുന്നു വഴക്ക് സോൾവ് ചെയ്യാൻ. അങ്ങനെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ അവൻ്റെ കൂടെ ഒത്തൊരുമിച്ച് പോയി. പിന്നെ ഞാൻ 2 കൽപ്പിച്ച് 3 കൊണ്ട് ഇവിടെ വന്നു. പിന്നെ പോയിട്ടേ ഇല്ല. ഇപ്പോൾ ഞാൻ ഏകദേശം 10-12 വർഷമായി അവനായിട്ട് കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ അച്ഛനുണ്ടായിരുന്നോ? അപ്പം താങ്കളുടെ അച്ഛനുണ്ടായിരുന്നോ വീട്ടിൽ? ഇല്ല, എൻ്റെ അപ്പച്ചൻ എനിക്ക് 9 മാസമുള്ളപ്പോഴേ മരിച്ചു. അപ്പോൾ അമ്മച്ചിയാണ് നോക്കുന്നത്. അമ്മച്ചി സിംഗിൾ മദർ ആയിട്ടാണ്? അമ്മച്ചി 1 വയസ്സ് തുടങ്ങി 17 വയസ്സ് വരെ അമ്മയെ നോക്കിയത്. ചേച്ചി അപ്പുറം വളർന്നു അപ്പച്ചൻ്റെ വീട്. ഓക്കെ. അങ്ങനെ വീട്ടിലോട്ട് വന്നു. പിന്നെ എങ്ങനെയാണ് ദുബായ്? പിന്നെ അല്ല, എൻ്റെ അമ്മയ്ക്ക് തൊഴിൽ ഇതായിരുന്നു, മറ്റേ ലോട്ടറി കച്ചവടമായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് 2 വർഷം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണ് എന്നെ എൻ്റെ 3 മക്കളെ നോക്കിയത്. ലോട്ടറി കച്ചവടത്തിന് പോയിട്ട് നോക്കും. പിന്നെ അവിടെ വീട്ടിൽ പെരുമ്പാവൂർ ടി വി കടയിലൊക്കെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോയിരുന്നു. അന്ന് 300-350 സാലറി രൂപ കിട്ടിക്കൊണ്ടിരുന്നത്. എല്ലാം ഡെയിലി കിട്ടുമായിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കസിൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഫേസ്ബുക്കിലാണ്, എനിക്ക് ചെറിയ ഫേസ്ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ബെഹറിലേക്ക് വരാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പഠിച്ചിട്ടൊന്നുമില്ല? എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 9 വരെ പഠിച്ചുള്ളൂ. 10 പഠിച്ചു, SLC എഴുതിയില്ല. അപ്പോൾ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ? അപ്പം അമ്മയുടെ കൂടെ സഹായത്തിന് പോകായിരുന്നില്ല എന്തെങ്കിലും? അമ്മ ഒരു TV ഇല്ല, ഞാൻ അന്നൊരു ചെറിയൊരു കടയിൽ പോകുന്നുണ്ടായിരുന്നു. ഈ മറ്റേ വളയം മാലം വിൽക്കുന്ന കടയിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കസിൻ ഇങ്ങനെ ബെഹ്റിനിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? ബെഹ്റിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഞാനിക്കപ്പോൾ ഗൾഫ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ പേടിയാണ്. കാരണം പഴയ കാലത്തൊക്കെ ആൾക്കാർ എപ്പോഴും പറയുമല്ലോ. അപ്പോൾ ഗൾഫിൽ നിന്ന് പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാനില്ലടാന്ന് പറഞ്ഞു. പിന്നെ അവൻ വിളിച്ചോണ്ടിരുന്നു. കാരണം അവന് 10 വയസ്സ് കിട്ടും, മനസ്സിലായോ? ഒരാളാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളോട് ജോലിയൊന്നും അവൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ അമ്മച്ചോട് പറഞ്ഞു. അമ്മച്ചാൻ വിളിച്ച് ഭയങ്കര ശല്യമായിരുന്നു ഫേസ്ബുക്കിൽ. ഒരു കസിൻ ഒരു ജോലി ഓഫർ ചെയ്യുമ്പോൾ ആരായാലും വിശ്വസിച്ച് പോകുന്നു. അങ്ങനെ ഞാൻ അമ്മച്ചിനോടും പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു നിനക്ക് താല്പര്യം നീ പൊക്കോ, അമ്മച്ചി 3 മക്കളെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ വാക്കും കേട്ട് പോയി. എനിക്ക് അന്ന് നമുക്ക് ഇവിടെ എമിഗ്രേഷൻ എന്തൊരു ഇതുണ്ടല്ലോ, ബോംബെ എന്നൊക്കെ പോകേണ്ടി വരും. അതൊന്നും വേണ്ടി വന്നില്ല. അപ്പം അവൻ തന്നെ ഒരു പെണ്ണിൻ്റെ നമ്പർ തന്നു. അപ്പോൾ അവൻ ജോലിയൊന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ കയറിപ്പറ്റി കഴിഞ്ഞപ്പോൾ അവനുണ്ട്, കസിനുണ്ട് അവിടെ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബെഹ്റിൻ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പം കസിനുണ്ട്, ഒരു അറബിയുണ്ട്, വേറൊരു ചേട്ടനുണ്ട്, 2 പെണ്ണുങ്ങളുണ്ട്. ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു അനു എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി. പേര് അനുവൊന്നും അല്ല, അവരെല്ലാം ഫേക്ക് നെയിമാണല്ലോ. ദുബായ് ഗൾഫ് രാജ്യത്തിൽ ആരെങ്കിലും ഒരു പേര് ഒറിജിനൽ ആരുടെയും ഉണ്ടാവില്ല, മനസ്സിലായി? എല്ലാവരും ഫേക്ക് നെയിമിലാണ്. എല്ലാ പ്രവാസികളും ഇപ്പോഴും ഫേക്ക് നെയിമിലാണോ? എല്ലാ പ്രവാസികളും, മിക്ക ആൾക്കാരും ഈ സ്പായിലാണെങ്കിലും മറ്റുള്ള ജോലിക്കൊക്കെ ബാറിലാണെങ്കിലും ആരും ഒറിജിനൽ പേരും അറിയില്ല. അങ്ങനത്തെ ജോലിയിലുള്ള ആൾക്കാർ ഫേക്ക് നെയിമാണോ? ഫേക്ക് നെയിം പറയാം. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ ബെഹ്റിലെത്തി. അങ്ങനെ അവർ കുറച്ചാൾ എനിക്ക് ജോലിക്ക് അങ്ങനെ ഓരോരോ ഇതിലൊക്കെ ഞാൻ പോയി. അട്ടകളുണ്ടല്ലോ, ഈ ഫ്ലാറ്റുകൾ. പറയൂ, തുറന്നു പറയൂ. അറിയാത്ത ആൾക്കാരുണ്ട്. താങ്കളുടെ പേഴ്സണൽ സ്പേസ് ആണ്. താങ്കൾക്ക് ഓക്കെ ആണെങ്കിൽ താങ്കൾ അതെന്ന് വെച്ചാൽ നാളെ ഇതുപോലെ ഒരു സ്ത്രീ ചതിക്കാൻ പാടില്ലല്ലോ. അല്ല, ഇങ്ങനെ ഒരു ഫ്ലാറ്റുകളിലേക്ക് അങ്ങനെ പോകുമല്ലോ. അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോൾ താങ്കൾ ഒരു സ്പായില് അല്ല, സ്പാ അല്ലെന്നേ, അഡ്ഡാന്ന് പറയും. അഡ്ഡ മീൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഫ്ലാറ്റിൽ ഓരോ റൂമിന്റെ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ഒരു ഏജന്റുമാർ കൊണ്ടുപോയി പെണ്ണുങ്ങളെ ഇടും, മനസ്സിലായോ? ഇപ്പൊ എന്നെ കൊണ്ടത് കസിനാണല്ലോ. ആ കസിൻ കൊണ്ടിട്ട് വേറൊരു ഏജന്റ് എന്നെ കൊടുത്തതല്ലേ. അപ്പൊ ഏജന്റിന്റെ കയ്യിൽ നിന്ന് ഇവന് പൈസ കിട്ടും. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഓരോ ആൾക്കാരുണ്ടോ, അപ്പൊ അവർക്കൊരു കൂട്ടിക്കൊടുപ്പ്. അത് തന്നെ. അപ്പൊ അവന് പൈസ കിട്ടും, മനസ്സിലായോ? അതായത് സ്വന്തം കസിൻ താങ്കളെ വിറ്റു വേറെ ആൾക്ക്, എന്നിട്ട് അവന് പൈസ കിട്ടി. അപ്പൊ താങ്കൾ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പൊ എന്റെ പാസ്പോർട്ട് അവരെ കയ്യിലിരിക്കല്ലേ. അവര് എനിക്ക് വിസ അടിച്ചു തന്നു. ആ വിസയ്ക്ക് തന്നെ ബെഹ്റിൽ ഏകദേശം 2-2.5 ലക്ഷം രൂപ നാട്ടിൽ വരും. അപ്പൊ നമ്മുടെ 2 വർഷത്തെ എഗ്രിമെന്റ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. എന്റെ കയ്യിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇവിടുന്ന വരുമാനം, എൻ്റെ അമ്മ ലോട്ടറി കച്ചവടത്തിനല്ലേ പോകുന്നത്. അപ്പം ഞാനെങ്ങനെ 3 മക്കളെ നോക്കും? അപ്പോൾ പാസ്പോർട്ട് അവരെ കയ്യിൽ ഇരിക്കല്ലേ. പാസ്പോർട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ വേറെ പോകുന്നത്. അങ്ങനെ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ സിറ്റുവേഷൻ എന്തായിരുന്നു? ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് അവൻ ആരും പരിചയമില്ല അവിടെ ഒന്നും. കരച്ചിലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ഏകദേശം 6 മാസം കഴിയുമ്പോൾ എനിക്ക് കുറച്ച് അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് പരിചയം. ഈ അട്ടയിൽ കൊണ്ടിട്ടിട്ട് താങ്കൾ സെക്സ് വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് ഇഷ്ടമാണ്. അല്ല, അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ കൊണ്ടിട്ടു പീഡനമായിരുന്നോ അതോ? ഇല്ല,
ഇല്ല. അല്ലല്ല അല്ല, താങ്കൾ ഇഷ്ടത്തോടെയാണ് ചെയ്തപ്പോൾ? അല്ല, നീ ഇതൊന്നും അല്ല, ഇങ്ങനെ ചോദിക്കില്ലേ. നമ്മൾ പെട്ടുപോയി, പിന്നെ കണ്ടിന്യൂസ് ചെയ്തു, നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂലല്ലോ. അത് അങ്ങനത്തെ ഒരു ട്രാപ്പില് സെക്സ് റാക്കറ്റ് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ശരിക്കും ഉണ്ടല്ലേ? ആ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ബഹറിലുണ്ട്, ദുബായിലുണ്ട്. പിന്നെ അങ്ങനെ എനിക്ക് ഇവിടെ അവിടെ എല്ലാവരും പരിചയമായി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആ പാസ്പോർട്ട് കയ്യിലാക്കി. ഞാൻ എത്ര വർഷം അവിടെ നിന്നു ഇങ്ങനെ? ഞാൻ ഏകദേശം 2 വർഷം അവിടെ നിന്നു. 2 വർഷം? 2 വർഷം ഞാൻ ബഹറിൽ നിന്നു. അവിടെ നിന്ന് ഞാൻ ടിക്ടോക്ക് വഴി ഒരുത്തിനെ പ്രണയിച്ച്. അപ്പോൾ ഈ എങ്ങനെ അങ്ങനെ പെട്ടു എന്ന് പറയുന്നു, ട്രാപ്പായി എന്ന് പറയുന്നു, അപ്പോൾ വരുമാനമൊക്കെ ഉണ്ടായിരുന്നു? അത്യാവശ്യം വരുമാനമൊക്കെ നമുക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. കിട്ടുന്നതിൻ്റെ പൈസൻ്റെ പകുതി അവർ കൊണ്ടുപോകും. ഏജന്റ് അവരെ വിസയുടെ കടമൊക്കെ നമുക്ക് തീർക്കണ്ടേ. പിന്നെ നമുക്ക് ടിപ്പ് വലുതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലേക്ക് അയക്കും. 6 മാസം കേട്ടോ, 6 മാസം ഈ അട്ടയിൽ നിന്ന് ഇവർ കൂടെ നിന്ന്, ഏജന്റ് കൂടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് ബാറിലൊക്കെ പോയി. അവിടെ ബാറിലൊക്കെ പോയിട്ട് ആ പൈസ അവർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ അവരെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് പാസ്പോർട്ട് മേടിച്ചു. പിന്നെ ഞാൻ പഠിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബാറിൽ പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ട് ഷക്കീലാമ്മയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ചതിക്കപ്പെട്ടു സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുള്ളൂ. താങ്കളും ഓരോ സ്ത്രീകൾക്കും ഓരോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടുന്ന് 2 വർഷം താങ്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാട്ടെവർ താങ്കൾ അത് ചെയ്ത് പാസ്പോർട്ട് നേടി. പിന്നെ ടിക്ടോക്കിലോട്ട് എത്തി. അന്ന് ടിക്ടോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് അത്ര വൈറലൊന്നും അല്ലായിരുന്നു. അന്ന് തന്നെ ഒരു കുഞ്ഞും അറിയത്തില്ലായിരുന്നു. ബോയ് ഫ്രണ്ടിനെ എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്? അവൻ ദുബായിലായിരുന്നു, ഞാനിവിടെ ബഹറിലായിരുന്നു. അങ്ങനെ ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട് അവൻ എന്നോട് പറഞ്ഞു. എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവൻ അറിയായിരുന്നു, സാഹചര്യം. അവൻ എൻ്റെ ജോലിയൊക്കെ അറിയായിരുന്നു. അവൻ എപ്പോഴും സമാധാനിപ്പിക്കുമായിരുന്നു. എപ്പോഴും ജോലി ചെയ്യേണ്ട, എവിടെ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ കയ്യിലെ സ്വർണ്ണവും പണയപ്പാടൊക്കെ വെച്ചിട്ടാണ് ദുബായിക്ക്. അന്ന് കൊറോണ സമയമായിരുന്നു. അന്നാണ് ദുബായിക്ക് വന്നത്. ദുബായിൽ വന്നു, ഫസ്റ്റ് ടൈമാണ് അവനെ നേരിട്ട് കാണുന്നത്. ദുബായിൽ വന്നാൽ ആള് സഹായിച്ചിട്ട് ഇല്ല, ആള് സഹായിച്ചിട്ടൊന്നുമില്ല. ഇല്ല, ആള് ശരിക്കും എന്നെ ഉമ്മിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് പിന്നെ വേറെ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മച്ചിക്കൊക്കെ അറിയാം. ഇപ്പം നാട്ടിലെ 12 ലക്ഷം രൂപ ആ ഏജൻറ്റും അവരെ എന്താ പറയുക ബോയ് ഫ്രണ്ടൊക്കെ ഇവിടെ തട്ടിയെടുത്തിട്ടുണ്ട്. കസിനായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ? ഇല്ല, ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ചിരിക്കും മിണ്ടും. ഇപ്പം പേഴ്സണലി ബന്ധങ്ങളൊന്നുമില്ല. അല്ല, അമ്മയുടെ റിലേഷൻ ആണോ? അത് നമുക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം കല്യാണം കഴിക്കാത്ത പയ്യനായതുകൊണ്ട് നമുക്ക് അവരുടെ ലൈഫ്. സ്വന്തം ബന്ധു ഇങ്ങനെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞാല് അത് ചെറിയ രീതിയിലുള്ളൊരു ബന്ധുവാണ്. അന്നേരം ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് വലിയൊരു മനസ്സാണ്. എന്താ ചെയ്യുക? അപ്പോൾ താങ്കൾ ശരിക്കും ഒരു പൊട്ടിയായിരുന്നു. അതായത് ഒരു വട്ടം, 2ാമത്തെ വട്ടം ചതിക്കപ്പെട്ടു. ആദ്യം വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. 2ാമത്തെ വട്ടം ഒരു ബന്ധുവിനെ വിശ്വസിച്ച് ഒളിച്ചോടിപ്പോയി എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് മാറ്റമുണ്ട്. അത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാം? ഓക്കെ, അത് ബാധകപ്പെടുന്നത് ചിലപ്പോൾ എൻ്റെ ഫാമിലിക്കായിരിക്കും. ഞാൻ ഇന്നും നാളെ ഇവിടുന്ന് പോകും. അത് ആൾക്കാർ എൻ്റെ അമ്മയും മകളേരും ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ ഒരുത്തരെ പ്രേമിച്ചതിനോട് ഒളിച്ചോടി കാര്യം സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ GCCയിലായിരിക്കും. ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മച്ചിക്ക് നടക്കേണ്ടതല്ല സമൂഹത്തിന് മുന്നിൽ. അവരെന്ത് വിചാരിക്കും? ഇവർ അമ്മയ്ക്ക് സോഷ്യൽ മീഡിയ ഇല്ല. നമുക്ക് ഓൾറെഡി അറിയാം ഒളിച്ചോണ്ട സിറ്റുവേഷൻ എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്ക് പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തയാ. അപ്പോൾ ആൾക്കാർ അമ്മേനോട് ഇങ്ങനെ അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നവരായിരിക്കും. അവർ നാളെ അമ്മച്ചോട് പറഞ്ഞിട്ട് മോളിങ്ങനെ പറഞ്ഞു നിന്നെ കുറിച്ച്. അപ്പോൾ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റാത്ത വേദന ഇരിക്കും. പിന്നെ എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മളതിനെ ചൊന്നുകൊണ്ട് വേണ്ട അമ്മച്ചീനെ. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കിൽ പരമാവധി ഒരു കാര്യം ഞാൻ പറയാത്തത്. എന്തിനാ പറയുന്നത്? നമുക്കായാലും കൊണ്ടുതരും. കഴിഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ. പക്ഷേ വീണ്ടും ഒരു പ്രണയം ഉണ്ടായപ്പോൾ അവൻ 12 ലക്ഷം പറ്റിച്ചു എന്നൊക്കെ പറയും. അവനല്ല 12 ലക്ഷം രൂപ പറ്റിച്ചത്. ഈ ഏജന്റിന്റെ ബോയ് ഫ്രണ്ട് ഏജന്റാണ് പറ്റിച്ചത്. ഒരു ബിസിനസ് ബാർ തുടങ്ങാം എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നാട്ടിലെ 12 ലക്ഷം രൂപ എൻ്റെ നിന്ന് അവരാണ് മേടിച്ചത്. ആ കാമുകനും പറ്റിച്ചു എന്നുള്ള രീതിയിൽ. കാമുക ദുബായിൽ വന്നിട്ടല്ല ദുബായിൽ. ആ കഥ എന്തായിരുന്നു? ദുബായിൽ വന്ന് അവൻ്റെ കൂടെ 1 വർഷം നിന്നു. അവൻ എന്നെ വെച്ചുകൊണ്ട് വേറൊരു പെണ്ണിനെ പ്രണയിച്ചു. അവന് ഞാൻ മദ്യം മേടിച്ചു കൊടുക്കണമായിരുന്നു, വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞിരുന്നു. അവന് സൂക്ഷിക്കണ സമയത്ത് ഞാൻ കിടന്നു കൊടുക്കണം. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് ഞാൻ വിഷം കഴിച്ചു ദുബായിൽ. ഞാൻ ദുബായിൽ വിഷം കഴിച്ചു. സൂയിസൈഡ് ചെയ്തു. എൻ്റെ അമ്മച്ചിക്കൊക്കെ അറിയാം. സൂയിസൈഡ് ചെയ്തു അവൻ. കാരണം ഡോക്ടർമാർ അവനെ വിളിച്ചു വരുത്തി. അവൻ കാണാൻ വന്നില്ല. അവൻ്റെ 2ാമത്തെ ഗേൾഫ്രണ്ട് സമ്മതിച്ചില്ല. എൻ്റെ വീട്ടിലേക്ക് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ മക്കളോടും അമ്മയോടും കോൾ വിളിച്ചു പറഞ്ഞു. അവനല്ല, വേറൊരു പെണ്ണ്. എന്നെ തീരെ ഇഷ്ടമില്ലാത്തൊരു പെണ്ണുണ്ട് ദുബായിൽ. അവള് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അവളാണ് ഞാൻ വിഷം കഴിച്ചപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇരുത്തിയാണ് മരുന്ന് കഴിച്ചത്.
ഇൻസ്റ്റാഗ്രാം ഓണാക്കിയിട്ടാണ് എനിക്ക് ഈ ഫിക്സിൻ്റെ അസുഖമുണ്ട്. ആ മെഡിസിൻ 200 മെഡിസിൻ ഉണ്ടായിരുന്നു. 200 മെഡിസിൻ ഞാൻ കഴിച്ചു. എന്നിട്ട് വയ്യാണ്ടായി. ഇപ്പം എനിക്കൊരു ഫ്രണ്ടിനുണ്ട്, ഒരു പെണ്ണ്, ഒരു ഷബാന എന്ന് പറഞ്ഞൊരു പെണ്ണ്. അവളെ വിളിച്ചു വരുത്തി, അവൾ കൊണ്ടുപോയി. പക്ഷെ അവൾ എനിക്ക് ഏറ്റവും വലിയ ക്രൂരത എനിക്ക് ചെയ്തു. അവളെന്നെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അതിന് വലിയ ക്രൂരത അവൾ എൻ്റെ മൊബൈൽ അടിച്ചു മാറ്റി എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ നമ്പറൊക്കെ അവൾ കൊണ്ടുപോയി എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മക്കളോടും വിളിച്ചു പറഞ്ഞു ഞാൻ മരിച്ചെന്നു. എന്നിട്ട് ഇവിടെ എൻ്റെ അമ്മയും മക്കളും എന്നെ കാണാണ്ടായപ്പോൾ ഞാൻ അന്ന് ഐസിയുലായിരുന്നു, ദുബായിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ. ഇവിടെ തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. അവളെ വിളിച്ചു വരുത്തി അവൾ തന്നെയാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ആ സമയത്ത് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടതിനേക്കാളും ഉപരി ഇവിടെ എനിക്ക് ഒരുപാട് ഇത് ചെയ്തു വെച്ചിട്ടാണ്. വീട്ടിൽ ഓൾറെഡി വിളിച്ചു പറഞ്ഞു ഞാൻ മരിച്ചു, അവൾക്ക് ശ്വാസമൊന്നുമില്ല, നിങ്ങൾ പള്ളിക്കാരെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞു. പിന്നെ എൻ്റെ മൊബൈൽ അടിച്ചു മാറ്റി, മൊബൈലിലെ കസ്റ്റമേഴ്സിൻ്റെ നമ്പറുകൾ സേവ് ചെയ്ത് വെച്ചതൊക്കെ അവൾ കൊണ്ടുപോയി. ആളെ സംബന്ധിച്ചോളം താങ്കൾ മരിച്ചു അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി നോക്കി മരിച്ചു എന്നാണല്ലോ ആൾക്കാർ വിചാരിക്കുക. അപ്പം അത് സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാണെങ്കിലോ? അല്ല, അവൾക്ക് എന്നോട് ഓൾറെഡി എന്നോട് വൈരാഗ്യം ഉണ്ട്. എന്നാലും രക്ഷിക്കാൻ നോക്കിയല്ലോ. ഞാൻ രക്ഷിക്കാൻ എന്നെ വിളിച്ചു, അതിൽ ഓക്കെ അവൾ രക്ഷിക്കാൻ നോക്കി. പക്ഷെ അവൾക്ക് ഓൾറെഡി എന്നോട് ഭയങ്കര വ്യക്തിവൈരാഗ്യം. കാരണം വെച്ചാൽ അവളുടെ ഒരു ബോയ് ഫ്രണ്ട് ഞാൻ പിടിച്ചു വെച്ചെന്ന്. എനിക്ക് എന്തിനാ ചെറിയ ചക്കനെ ഞാൻ പിടിച്ചു വെക്കേണ്ട ആവശ്യം? എനിക്ക് തന്നെ 33 വയസ്സുണ്ട്. ആ ഒരു 23 വയസ്സ് ചക്കനെ എനിക്ക് എന്ത് കാണിക്കാനാ? ഇതൊക്കെ എപ്പോഴാണ്, ഏത് വർഷത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്? ഇതിപ്പോൾ 2 വർഷത്തിന് മുന്നേ നടന്ന കാര്യങ്ങളാണിത്. മനസ്സിലായ? This is a very exclusive interview of Biji. മനസ്സിലായ? ഒരു പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഓൾറെഡി ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇഷ്ടംപോലെ പെൺപിള്ളേരുണ്ട്. അവർ പറയും ഗെയിം കളിക്കുന്ന പെൺപിള്ളേർ ടിക്ടോക്കിൽ എല്ലാ പെണ്ണുങ്ങളും പറയും ബി ചേച്ചി എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഈ ഗെയിം കളിക്കുന്നതിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബി ചേച്ചിയാണ്. കാരണം ബി ചേച്ചി എന്ത് ജോലി ആയിക്കോട്ടെ സത്യസന്ധമായിട്ട് വിളിച്ച് പറയുന്ന കുടുംബം നോക്കുന്നു, മക്കളെ നോക്കുന്നു. മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ അല്ല ബിച്ചേച്ചി എന്ന് പറയും. എനിക്ക് അതൊക്കെയാണ് ഏറ്റവും വലിയ ബലം. കാരണം നമ്മളെന്തോ ആയിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവരെ മോശം പറഞ്ഞോട്ടെ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അതിനാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. പക്ഷേ എപ്പോഴാണ് ഈ മദ്യപാനം തുടങ്ങിയത്? മദ്യപാനം 8 വർഷമായി. കുറച്ചധികം മോശമായ രീതിയിൽ. മദ്യപാനം അത്ര നല്ലൊരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഞാൻ മദ്യപാനം കുറച്ച് തുടങ്ങിയത്. എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? ഞാൻ പറഞ്ഞില്ല, വേറെ അവിടെ നിന്ന് ദുബായ്, ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കയറി ബേറിലെത്തിയപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ ഒരു ഏജന്റിനെ ഈ ഒരു കണ്ണിയിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോലിക്ക് കുടിക്കുന്ന അവർ കുടിപ്പിക്കുന്നതാണ് നമ്മളെ. അതായത് നിർബന്ധിച്ച് അവർ കുടിപ്പിച്ചു, താങ്കൾ പിന്നെ മദ്യത്തിൽ അടിമയായി മാറി. പിന്നെ അവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ലഹരി പൊടികളൊക്കെയാണോ? അതൊന്നുമില്ല. ഇല്ല, MDM ഇല്ല, സിഗരറ്റ് ഇല്ല, കഞ്ചാവിലൊന്നുമില്ല, ഓൺലി മദ്യം. ദുബായ് ആയതുകൊണ്ടാണ് അതിൽ നിന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ മദ്യം കുടിക്കുന്ന എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ടെൻഷൻ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വീട്ടിൽ, ഈ അമ്മച്ചിക്ക് ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിഷമങ്ങളും ടെൻഷനുകളും. പിന്നെ ഈ ലൈവിൽ നിന്ന് ഓരോ കമൻറ്റ് കേൾക്കുമ്പോൾ എനിക്ക് പ്രഷർ കയറും. അപ്പോൾ ഞാൻ എന്തെങ്കിലും 2 എടുത്തടിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ആക്കി കഴിക്കും. ഇല്ലെങ്കിൽ തലവേദന എടുക്കും. കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. കൈ വിറയ്ക്കും. കാരണം ഇവർ മറുപടി ഉത്തരങ്ങൾ അങ്ങനെയാണ്. ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പ്രഷർ, എനിക്ക് ഓൾറെഡി പ്രഷർ ഉണ്ട്. ഈ പ്രഷർ കേൾക്കുമ്പോൾ ഞാൻ കുടിക്കും. പിന്നെ അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് ഓൾറെഡി ഫിക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ മദ്യപിക്കുന്നത് ശരിയാണോ? താങ്കൾ ആരോഗ്യം നോക്കിയിട്ട് കണ്ടതൊക്കെ ചെയ്യാനായിട്ട് അതും ഓക്കെ. പക്ഷെ നമ്മൾ മദ്യപിച്ചാലാണ് പിന്നെ എനിക്ക് മനസ്സ് കൂടുമ്പോൾ 2 വർത്തമാനമൊക്കെ കുറിച്ചപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സിനും കിട്ടാറുണ്ട്. എന്ത് പറഞ്ഞാലും കസ്റ്റമേഴ്സാണ് വലുത്. ആണ്. കാരണം നമുക്ക് അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അല്ല, താങ്കൾക്ക് അപ്പോൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ഒരു ഞാനേ 10 വരെ പഠിച്ചുള്ളൂ. അല്ല, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പഠിത്തില്ലെങ്കിലും ദുബായ് നമുക്ക് ചെറിയ തുക പോരാ ജീവിക്കാൻ. നമുക്ക് ഒരുപാട് കാശുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ 3 മക്കളെ നോക്കണം, അമ്മയുടെ ആശുപത്രി കേസ്, അമ്മയുടെ അസുഖങ്ങൾ, നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് എൻ്റെതായ കുറേ ലക്ഷ്യങ്ങളുണ്ട്. മനസ്സിലായി? ഞാനൊന്നുമില്ലാത്തവളായിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ സ്ഥലവും ഞാൻ പെര പണിയാൻ പോകുന്നത്. ഇന്ന് ഒരു ശുഭവാർത്തയുണ്ട്. ഇന്നാണ് വീടിൻ്റെ തറക്കല്ലിട്ടത്. പറയുന്നവർക്ക് പറയാം, നിനക്ക് വേറെ പണിയെടുത്തുകൂടെ, നിന്നെപ്പോലെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഉണ്ട്, അമ്മേനെയും മക്കളെ നോക്കുന്നില്ല, അവർക്കൊക്കെ മാന്യമായി ജോലി ഉണ്ടെന്ന് പറയാം. പറയുന്നവർക്ക് അത് പറയാൻ എളുപ്പമായിരിക്കും. നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കല്ല. അങ്ങനെ പറയരുത്. അതായത് തൊഴിലുറപ്പിന് പോയിട്ടും ഓരോ ഫ്ലാറ്റും മാറി വീട് വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്, പാചകം ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുട്ടീനെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നല്ലൊരു ജോലിയാണ്, നല്ല വരുമാനമുള്ളതാണ്. ഒരു കുട്ടീനെ നോക്കാൻ നിർത്തി കഴിഞ്ഞാൽ 1000 ഒരു ദിവസം ഒരു സ്ത്രീ കൊടുക്കണം. അപ്പം അങ്ങനത്തെ ജോലികളിന് പകരം താങ്കൾ ഈസി മണിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹം എങ്ങനെ അത് നല്ല രീതിയിൽ കാണും?
പൊട്ടയായിട്ട് കാണുന്നവർ കണ്ടോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പൈസ കിട്ടിയാൽ മതി. എനിക്ക് പൈസ കിട്ടുക, എൻ്റെ ലക്ഷ്യം പൈസയാണ്. എനിക്ക് എങ്ങനെയും ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ എനിക്കൊരു എന്നെ തള്ളി പറഞ്ഞവരെയും എന്നെ തള്ളി പറഞ്ഞ ബന്ധുക്കളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും എൻ്റെ അമ്മേനെ കൊള്ളാത്തതെന്ന് വിളിച്ചവരുടെ മുന്നിലും എനിക്ക് എൻ്റെ അമ്മേനെ നന്നാക്കി കാണിച്ചു കൊടുത്ത് മക്കളെയും മറ്റുള്ളവരുടെ മുന്നിൽ നിർത്തി എനിക്കും ഒന്ന് ഇതാവണം എന്ന് എനിക്കൊരു വാശിയുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ. കാരണം നമ്മളെ തള്ളി പറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മൾ അങ്ങനത്തെവരാണ് ഇങ്ങനത്തെവരാണെന്നൊക്കെ. അപ്പോൾ അവരുടെ മുന്നിൽ എനിക്ക് കാശുണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നൊരു വാശിയുള്ള ആളാണ് ഞാൻ. പിന്നെ അതുപോലെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ആയിപ്പോയി, പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് എന്ത് കിട്ടാൻ, പിന്നെ നമുക്ക് വേറൊരു ലൈഫ് ഇല്ല. എനിക്ക് അങ്ങനത്തെ വേറെ ലൈഫിനോട് താല്പര്യമില്ല. എനിക്ക് മക്കൾ ആണ് എൻ്റെ ഏറ്റവും വലുത്. എനിക്ക് എങ്ങനെയും അവരെ പഠിപ്പിച്ച് വലുതാക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ വീട് പണി കഴിഞ്ഞാൽ ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ ഉണ്ടാവില്ല. വേറൊരു എക്സ്ക്ലൂസീവ് വാർത്തയായി പോയല്ലോ, ഫാൻസൊക്കെ ആകെ ഞെട്ടിയൊരു. അല്ല നിർത്തും, ഞാൻ എൻ്റെ മനസ്സിലൊരു വാശിയാണത്. ഞാൻ ഈ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ മൊത്തം ഉപേക്ഷിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ 2 മില്യൺ ആൾക്കാർ എന്ത് ചെയ്യും പിന്നീട്? പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ താങ്കൾ എപ്പോഴും സോഷ്യൽ മീഡിയ വിട്ടാലും ദുബായിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ താങ്കൾ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ സ്പാ സെൻറ്ററിലോ ബാറിലോ? അല്ല, സ്പാ സെൻറ്റർ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ മാറ്റി ഇപ്പോൾ ബാർ തന്നെയാണ് ശരിക്കും. ബാറിൽ പിന്നെ എനിക്ക് അധികം ഇപ്പോൾ രണ്ടും അതൊക്കെ ഓൾറെഡി ഒരു ഔട്ട് സൈഡ് മാത്രമേ ഉള്ളൂ. ഈ കൂടുതലും ഗെയിമാണ്, ലൈവ് ഇട്ടിട്ട് ഗെയിം കളിക്കുക എന്ന് കിട്ടുന്ന കോയിൻ അത്ര. എന്താണ് ഈ ഗെയിം? ടിക്ടോക്ക് നമുക്ക് മലയാളികൾക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളവർക്കൊന്നും അത്രയധികം പരിചയമല്ല. ഈ ദുബായിൽ എങ്ങനെയാണ് ആ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഗെയിം കളിക്കുന്നു, കോയിൻ നേടുന്നൊക്കെ പറഞ്ഞു. അതായത് ടിക്ടോക്കിൽ നല്ലൊരു വരുമാനം ദുബായിൽ മാത്രമല്ല കേട്ടോ, GCCയിൽ ടിക്ടോക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലൊരു വരുമാനമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ GCC സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ ഒരുപാട് പേര് നാട്ടിലുണ്ടാവും. അവരെ കുറേ ആണുങ്ങൾ ഈ ടിക്ടോക്ക് ഗെയിമിന് മാത്രമായിട്ട് വിസിറ്റിന് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആഡ് കണ്ടിരുന്നു, ഡാൻസേഴ്സിന് ആവശ്യമുണ്ട് ദുബായിലേക്ക്, ക്വാളിഫിക്കേഷൻ പ്രശ്നമില്ല, കയറി പോകുന്നു. അവരിങ്ങനെ ഓരോന്ന് പറയും, പക്ഷെ അവരെ കൊണ്ടുവരുന്നത് ഈ ഗെയിം കളിപ്പിക്കാനാണ്. ഈ വേറെ ഒരു 2000-3000 റൂം എടുക്കുക, ഓരോ ആണുങ്ങളും ഓരോ പെണ്ണുങ്ങളെ പിടിച്ചിരുത്തിയിട്ട് ഓരോ പുട്ടി ഊട്ടിട്ടിട്ട് ഇങ്ങനെ ടിക്ടോക്ക് ഫേസ്ബുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഫേസ് കാണിച്ച്. അപ്പോൾ കാണുന്ന ആൾക്കാർ ഇങ്ങനെ യൂണിവേഴ്സിലും ലേണൊക്കെ അടിച്ചു കൊടുക്കുമ്പം അവർക്ക് നല്ല പൈസയില്ലേ, അതൊരു വരുമാനമാണ്, നല്ല വരുമാനം തന്നെയാണ്. അവിടെ വേറെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാനൊരു ഗെയിമറാണ്, എനിക്കുണ്ട് ഗിഫ്റ്റർമാർ. പക്ഷേ ഈ ഗിഫ്റ്റ് ഇത്രയും വലിയ കോയിൻസ് അടിക്കണമെങ്കിൽ ഒന്നുമില്ലാതെ ആരെങ്കിലും അടിച്ചു കൊടുക്കുമോ? എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എനിക്ക് ഗിഫ്റ്റ് അടിച്ച ആൾക്കാർ എൻ്റെ PM വന്ന് നിന്നെ കിട്ടുമോ, എൻ്റെ ഹോട്ടൽ റൂമിൽ വരുന്ന എന്നോട് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പബ്ലിക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച അവൻ തന്നെ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് അടിച്ച് കൊടുക്കുമ്പോൾ അവർ ചോദിക്കാതിരിക്കും അവരോട്. അപ്പോൾ അവർ പോയത് കൊണ്ടല്ലേ അവൻ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഗിഫ്റ്റ് അടിച്ചു കൊടുക്കുന്നത്, ആണോ അല്ലയോ? എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചവർ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് നിർത്തിയിട്ട് മറ്റുള്ള ഏരിയയിൽ നിൽക്കുന്ന മറ്റുള്ള ലേഡീസിന് അടിച്ചു കൊടുക്കുമ്പോൾ അവൻ അവരോട് ചോദിച്ചിട്ടില്ല എന്ന് എന്താ ഉറപ്പ്? അപ്പോൾ അവൾമാരവിടെ അവൾമാർ അവൻ്റെ കൂടെ കിടന്നുകൊണ്ടല്ലേ കണ്ടിന്യൂസ് ആയിട്ട് അവൻ തന്നെ അവൾക്ക് ഗിഫ്റ്റ് അടിച്ചു കൊടുക്കും. അതായത് കൂടെ കിടന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി. പിന്നെ നല്ല ഗിഫ്റ്റേഴ്സും ഉണ്ട്. അതായത് മറ്റുള്ളവരെ സഹതാപം അറിഞ്ഞു, അവരുടെ ഫാമിലി അറിഞ്ഞു, അവർ പ്രാരാബ്ധക്കാരാണ്, അമ്മ പാവാണ്, മക്കൾ പാവാണ് എന്നൊക്കെ അറിയുന്ന കുറേ ഗിഫ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ജോലി ചെയ്യുന്ന ശമ്പളം കൊണ്ട് കുറച്ചൊക്കെ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട്, എനിക്ക് UK ലണ്ടൻകാർ ഒരുപാട് ലേഡീസ് ഉണ്ട്, അവന് ഒരുപാട് ആൾക്കാരുണ്ട്, കുറച്ച് ചേട്ടന്മാരുണ്ട് സൗദിക്കാരൊക്കെ. അവർക്ക് ശമ്പളം കിട്ടുമ്പം കുറച്ചൊക്കെ ബിജിക്ക് എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കും. അതിൽ നിന്ന് കുറച്ച് റീചാർജ് ചെയ്ത് ഒരു 1K 2K ഒക്കെ നമുക്കത് കിട്ടണത് മതി. വലിയ കോയിൻ അല്ലെങ്കിൽ പോലും ചെറിയൊരു എമൗണ്ട് കിട്ടും. അത് മാസം കൂട്ടിയേക്കും എങ്ങനെ പോലും നാട്ടിലൊരു 30,000 40,000 50,000 രൂപ അത് കിട്ടും. നമുക്കത് മതി. ടിക്ടോക്കിൽ നിന്ന് ദുബായിൽ നിന്ന് നിങ്ങൾ ജോലിക്ക് പുറമെ ടിക്ടോക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 30,000 40,000 നമുക്കത് ചെറിയ നോർമൽ ഒരു 20,000 40,000 സ്ത്രീകൾക്ക് ലഭിക്കും, കിട്ടും. പക്ഷെ അതിൽ കൂടുതൽ ഒരു ദിവസം 10 ലക്ഷം രൂപ വരെ മാസം, ഒരു ദിവസം ഈ 4-7 പേരെ കൂടെ ഗെയിം കളിച്ച 10 ലക്ഷം വരെ കിട്ടുന്ന ആൾക്കാരും ഉണ്ട് ടിക്ടോക്കിൽ. അപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കൾക്ക് 30,000 രൂപ ലഭിക്കുന്നു, അതിൽ കൂടുതൽ ലഭിക്കുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു. താങ്കൾക്ക് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് ആരാണ്? താങ്കൾക്കൊപ്പം മത്സരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ കാശ് ഉണ്ടാക്കുന്ന അവിടെ? ഇപ്പം ടിക്ടോക്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ഒരടിക്ക് നല്ല ഗെയിമറായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് താന്നത്. കാരണം വെച്ചാൽ നമ്മൾക്ക് അടിക്കുന്ന ഗിഫ്റ്റേഴ്സൊക്കെ കൂടുതൽ ഇപ്പോൾ നാട്ടിലേക്ക് പോയി, ദുബായ് വിട്ട് GCC വിട്ട് നാട്ടിൽ പോയതുകൊണ്ട് നമ്മൾ കുറച്ച് ഇച്ചിരി ഡൗൺ ആണ്. എങ്കിലും നമ്മുടെ നമുക്ക് കുറേ UK കുറേ പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് അവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ കോയിനാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ചില ആൾക്കാർക്ക് വലിയ വലിയ ഗിഫ്റ്റർമാരുണ്ട്, അതെന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ടൊക്കെ ആയിരിക്കും. ഒന്ന് ശ്രുതി തമ്പിയൊക്കെ നല്ല ഗെയിമറാണ്.
ഓക്കെ. അപ്പോൾ സുധി തമ്പിക്ക് ഇപ്പോൾ കുറേ ഗിഫ്റ്റ് കിട്ടുന്നു, കാര്യങ്ങൾ കിട്ടുന്നു എന്നൊക്കെ താങ്കൾ പറയുന്നു. അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടെ കിടന്നാൽ മാത്രമേ കിട്ടുള്ളൂ എന്നും ഇപ്പോൾ താങ്കൾ പറയുന്നു. സുധി തമ്പി സുധി തമ്പി ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സുധി തമ്പി കിടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ സുധി തമ്പി മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് ഗെയിമർമാർ ഗിഫ്റ്റർമാരുണ്ട്. അവിടെ സ്വന്തം ഭാര്യ മക്കളും ഭർത്താവും ഉണ്ടായിട്ടും പെണ്ണ് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അടിച്ച ആൾക്കാർ അവർക്കും അടിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരൊക്കെ എന്നോട് ചോദിച്ചത് അവന്മാരോട് ചോദിക്കാതിരിക്കില്ല, എന്തിനും പോയിട്ട് കാണും, അല്ലാണ്ടൊന്നും ആരെങ്കിലും ഗിഫ്റ്റ് അടിച്ച് കൊടുക്കില്ല. അപ്പോൾ കിടന്നാലാണ് കാശ് ഉണ്ടാക്കാൻ പറ്റുക. ഒരു ഗിഫ്റ്ററിൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും, അവൻ അടിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. കിടന്നാൽ മാത്രമല്ല, വീഡിയോ കോളാണെങ്കിലും അവർ പറഞ്ഞ ചെയ്താൽ നല്ല ഗിഫ്റ്റ് കിട്ടും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ്. സെക്സ് വർക്കിൻ്റെ തലങ്ങൾ വെർച്വൽ സെക്സ് വർക്കിലോട്ട് മാറിയെന്ന് വേണം പറയാനായിട്ട്. എല്ലാം ഓൺലൈൻ ഡിജിറ്റലൈസ് ചെയ്ത പോലെ തന്നെ സെക്സ് വർക്കേഴ്സും ഡിജിറ്റലൈസ് ചെയ്തു. ഞാൻ അത്യാവശ്യം ഇങ്ങനെ കസ്റ്റമേഴ്സിനോട് എന്നെ കൊണ്ട് പറയുക പറ്റുന്ന പോലെ ലൈവ് ഇട്ടിട്ട് കണ്ടന്റുകൾ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത്. ഈ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിമിഷ ബിജു എന്ന് പറഞ്ഞാൽ നിമിഷ ബിജുവിനെ അറിയോ? നമ്മുടെ നാട്ടിലെ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവർ ഈ കക്ഷം കാണിച്ചും ഇതുപോലെ ഞാൻ അതേപോലെ ഒന്നുമല്ല, അതേപോലെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ എൻ്റെ വാക്കുകളുണ്ട് ഓരോ കണ്ടിട്ട്. ഇപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ഒരാളെ കണ്ടു, അയാൾ ഇങ്ങനെ നോക്കി, ഞാൻ ബസ്സിൽ കയറി ഡ്രൈവറെ കയറി പിടിച്ചു, അങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ പറയും. പക്ഷെ അത് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഒരു ഇത് തോന്നുമല്ലോ, എൻ്റെ അടുത്ത് വരാനുള്ളൊരു ഇത് ഇല്ലാത്ത കാര്യങ്ങളാണ് താങ്കളോട് ഉള്ളതും പറയും ഇല്ലാത്തതും പറയും, രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. ഇത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കും വരുന്നുണ്ട്, എൻ്റെ അടുത്ത് വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാർ വരണ്ട, കാണാൻ താല്പര്യമില്ല, സ്കിപ്പ് ചെയ്ത് പോക്കോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ താല്പര്യമില്ലാത്ത പോവാലോ. അപ്പോൾ അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് റിപ്പോർട്ട് അടിക്കുമെങ്കിലോ? അടിച്ചോട്ടെ, ഞാൻ വേറെ ഐഡിയ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ എന്താ ഞാൻ പറയാ, താങ്കളപ്പോൾ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്? ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇറങ്ങിയേക്കണത്. കാരണം എനിക്ക് വേറെ ലൈഫില്ല. അപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഏതായാലും നാറി ചീത്തപ്പേരാണ് ഇത്, കണ്ടിന്യൂസ് ആയിട്ട് പോവുക, കുറച്ച് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ഇതെല്ലാം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ.